2040 ഇന്ത്യ സ്വന്തമായി ചന്ദ്രനിലേക്ക് ആളെ അയക്കുമെന്ന് VSSC ഡയറക്ടർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ. കോതമംഗലം മാർ അത്തനേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജിലെ 1980-85 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ മെയ്സ് 85 ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരണവും വിദ്യാർത്ഥികൾക്കായി സുരേഷ് എസ് മെമ്മോറിയൽ സ്കോളർഷിപ്പ് വിതരണവും നടത്തി. 2040 ഇന്ത്യ സ്വന്തമായി ചന്ദ്രനിലേക്ക് ആളെ അയക്കുമെന്ന് VSSC ഡയറക്ടർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. കോതമംഗലം മാർ അത്തനേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജ് 1980-85 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒത്തുചേരലിൽ മെയ്സ് 85 ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരണവും സുരേഷ് എസ് മെമ്മോറിയൽ സ്കോളർഷിപ്പ് വിതരണവും നടത്തുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗഗൻയാനെ കുറിച്ച് നമ്മൾ തുടങ്ങിയപ്പം നമ്മുടെ മുമ്പിൽ നമ്മൾ പറയും റഷ്യ പോയി, അമേരിക്ക പോയി, ചൈന പോയി എന്നൊക്കെ പറഞ്ഞാലും ഇതൊന്നും ലിറ്ററേച്ചർ വഴി ടെക്നോളജി ഒന്നും അവൈലബിൾ അല്ല. നമ്മൾ നമ്മുടേതായ രീതി തുടങ്ങണം. അപ്പം അന്ന് തുടങ്ങിയപ്പം പലതും ഈ ക്രൂ എസ്കേപ്പ് സിസ്റ്റം, അല്ലെ ക്രൂ മൊഡ്യൂൾ, ലൈഫ് സപ്പോർട്ട് സിസ്റ്റം, ഫ്ലൈറ്റ് സ്യൂട്ട്, ഇതെല്ലാം ഒരു കീറാമുട്ടിയായിരുന്നു, ഒന്നും മനസ്സിലാവില്ല. പക്ഷേ ഇപ്പോൾ ഗഗൻയാൻ നോക്കുമ്പോൾ വി ഹാവ് ക്ലാരിറ്റി. ഗഗൻയാൻ പോകുന്നതിന് മുമ്പ് എത്ര ടെസ്റ്റ് വെഹിക്കിൾ ഫ്ലൈറ്റ് നടത്തണം, എത്ര ഇൻ്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് നടത്തണം, എത്ര പാരച്യൂട്ട് നടത്തണം, ഏതാണ് ഏറ്റവും ക്രിട്ടിക്കൽ സിസ്റ്റം, ഇതെല്ലാം നമുക്ക് ക്ലാരിറ്റി ഉണ്ട്. ഇപ്പം ഇതിനകത്ത് ഏറ്റവും ക്രിട്ടിക്കൽ സിസ്റ്റം പാരച്യൂട്ട് എന്ന് പറയുന്നതാണ്. ഇപ്പോൾ പാരച്യൂട്ട് ഫൈനലി ഇറ്റ് ഹാസ് ടു ഡിപ്ലോയ്. പാരച്യൂട്ട് ഡിപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് വെരി ഈസി. ഗഗൻയാൻ അതിനപ്പുറവും എന്ന വിഷയത്തിൽ പ്രഭാഷണവും നടത്തി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബോസ് മാത്യു ജോസ് അധ്യക്ഷത വഹിച്ചു. 1980-85 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സ്നേഹബന്ധത്തെപ്പറ്റിയും സുരേഷ് എസിന്റെ പഠനമികവും സുരക്ഷിതത്വ ബോധവൽക്കരണവും സംബന്ധിച്ചും വിദ്യാർത്ഥി സുഹൃത്തുക്കളെ സംബന്ധിച്ചും റിട്ടയർഡ് പ്രൊഫസർ ആനിയമ്മ ചാക്കോ, AJ റോയ്, ജോസഫ് വട്ടോത്ത്, അജയ് ഘോഷ്, മാത്യു കാവാലം എന്നിവർ സ്മരണകൾ പുതുക്കി സംസാരിച്ചു. കലാലയ പുരോഗതിക്ക് പൂർവ്വ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം വളരെയേറെ പ്രയോജനപ്രദമാണെന്ന് ആശംസാ പ്രസംഗത്തിൽ അലൂമിനി അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ ജിസ്പോൾ പറഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഗവേഷണ സ്ഥാപനങ്ങളും കാലത്തെ അതിജീവിക്കുന്നത് ഗവേഷണങ്ങളും നൂതന പദ്ധതികളും ആവിഷ്കരിക്കുന്നത് കൊണ്ടാണെന്നും അതിനാൽ വിദ്യാർത്ഥികൾ പഠനത്തോടൊപ്പം ഗവേഷണവും നടത്തണമെന്നും അതിനായി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പിന്തുണ ഉണ്ടാകുമെന്നും പൂർവ്വ വിദ്യാർത്ഥിയായ ജോസഫ് വട്ടോത്ത് പറഞ്ഞു. സുരേഷ് എസിന്റെ പത്നി സുശീല, മക്കളായ ഹരിശങ്കർ, ശ്രീലക്ഷ്മി, ഉമ എന്നിവർ ചേർന്ന് ആദ്യത്തെ സ്കോളർഷിപ്പ് 2ാം വർഷ വിദ്യാർത്ഥി എബിൻ ജിജോയ്ക്ക് സമ്മാനിച്ചു. ചടങ്ങിൽ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സോളി ജോർജ് സ്വാഗതവും ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി ജോൺസൺ ജോസഫ് നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന് ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി MBITS എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം.